ഹായ്, ഞാൻ മെൽവിൻ, ഇന്റീരിയർ ഡിസൈനർ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന റിനോവേഷൻ പ്രൊജക്ടിന്റെ സൈറ്റിലാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ വർക്ക് എത്ര വരെ ആയെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മളെ ഫ്രെയിം വർക്ക് ഓൾമോസ്റ്റ് ഒരു 98% നമ്മുടെ ഫ്രെയിം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ മുകളിൽ നമുക്ക് സിമെന്റ് പാനലിങ്, അതേ സിമെന്റ് ബോർഡ് വെച്ചിട്ട് പാനലിങ്ങിന്റെ വർക്കാണ് ഉള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് ഇപ്പൊ സൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുകളിൽ ഇപ്പൊ വെൽഡിങ്ങിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് പുട്ടി പെയിന്റിങ്ങിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ബാൽക്കണി, അതേപോലെ തന്നെ ബാൽക്കണിയുടെ ഷെയ്ഡ്, അതിന്റെ ഒക്കെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ലെഫ്റ്റ് സൈഡില് പുട്ടി വർക്ക് ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഫ്രണ്ട് ഏരിയ ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഫുൾ ആയിട്ട് 2 കോട്ട് പുട്ടിയിട്ട് ഫിനിഷ് ചെയ്യുന്ന രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഏരിയകളൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ പാച്ച് കാര്യങ്ങൾ ചെയ്തിട്ടാണ് അതൊരു ഫിനിഷ്ഡ് ലുക്കിലേക്ക് എത്തിക്കണേ. ഇപ്പൊ ഈ കോളങ്ങളാണെങ്കിലൊക്കെ നമ്മൾ 2 കോട്ട് പൊട്ടിയിട്ടിട്ടാണ് ഇത് ഫിനിഷ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പോർച്ച് ഏരിയ ഒക്കെ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പോലെ തന്നെ നമുക്കൊരു 3 ഹൈറ്റിലായിട്ടാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ വരുന്നത്. അപ്പൊ അതിന് വേണ്ടുന്ന ഫ്രെയിം വർക്കാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ ബ്ലാക്ക് കളറൊക്കെ നമുക്ക് കാണുന്നത് എപ്പോക്സി അടിച്ചിട്ടുള്ളതാണ്, ബ്ലാക്ക് എപ്പോക്സി അടിച്ചിട്ടുള്ളതാണ്. ഇനി ഈ ബോട്ടം പോർഷനിൽ കുറച്ച് ഏരിയയും കൂടി നമുക്ക് അതേപോലെ തന്നെ ചെയ്യാണ്ട്. ഇവിടെ നമുക്ക് കാണാം പുട്ടി വർക്ക് കാര്യങ്ങൾ ചെയ്യുന്നത് കാണാം. അതേപോലെ തന്നെ മുകളിലായിട്ട് നമുക്ക് അവിടെ ACP പാനലിങ് വരുന്നുണ്ട്. അപ്പൊ അതിന് മുകളിലേക്കുള്ള ലൈറ്റിങ്ങിന് വേണ്ടുന്ന വയറിംഗ് ആണ് ഇപ്പൊ മുകളിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇനി ടൈലിങ്ങിന്റെ വർക്കും കുറച്ച് കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സ്റ്റെയർ കേസിന്റെ ഏരിയ എന്തായെന്നുള്ളൊന്ന് നോക്കിയിട്ട് കാണാം. കഴിഞ്ഞ വട്ടം നമ്മൾ ഇതിന്റെ മുകളിലാണ് നിന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ബാൽക്കണിയുടെ ലാൻഡിങ്ങിന്റെ ഇവിടെയാണ് നമ്മൾ നിന്നിട്ട് നമ്മൾ കഴിഞ്ഞ വട്ടത്തെ വീഡിയോ ചെയ്തത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പുതിയൊരു അപ്പർ ലിവിങ്ങിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് ഇതായിരുന്നു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട്, അല്ല ബാൽക്കണി. ആ ബാൽക്കണിയിൽ നിന്ന് നമ്മളിപ്പോ ഒരു പുതിയൊരു അപ്പർ ലിവിങ്ങിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇനി ഈ ഒരു ഏരിയയിൽ നമുക്ക് സൈഡിങ്ങിന്റെ വിൻഡോസ് വരും. അപ്പൊ നമുക്ക് പുറത്തേക്കുള്ള വ്യൂ നല്ല രീതിയിൽ തന്നെ കിട്ടുന്ന രീതിയിലാണ് ഈ സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു 8 മീറ്റർ ഹൈറ്റിലാണ് ഇത് മൊത്തമായിട്ട് നമുക്ക് ഹൈറ്റ് വരുന്നത്. അപ്പൊ അതിന് നമ്മൾ പല പല ലെയർ ആയിട്ട് തിരിച്ചിട്ടാണ് ഈ ഒരു ഏരിയ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ബാൽക്കണി ഏരിയയുടെ ഇവിടേക്ക് പോയി നോക്കാം. ഇതാണ് നമ്മളിപ്പോ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ സ്റ്റെയർ കേസ്. അപ്പൊ ഇത് 2 സ്ട്രിങ്ങറിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് വന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുള്ള ലാൻഡിങ്ങിന്റെ അവിടേക്കാണ് ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത്. ഈ സൈഡിലായിട്ട് 2 ഫിക്സഡ് വിൻഡോസ് വരുന്നുണ്ട്, നല്ല ഹൈറ്റിലുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഫുൾ ലെങ്ത് ആയിട്ടുള്ള സ്ലൈഡിങ് വിൻഡോ വരുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് ഏറ്റവും മുകളിലേക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള സ്ട്രിങ്ങർ സ്റ്റെയർ ആണ് ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ കഴിഞ്ഞ വട്ടം നിന്ന് വീഡിയോ ചെയ്തത്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ബാൽക്കണി സ്പേസ് വരുന്നത്. അപ്പൊ ഇവിടെ പ്ലൈവുഡ് ഒന്നും ഇട്ടിട്ടില്ല, അങ്ങനെ ഇട്ടാലേ നമുക്ക് കിടക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മള് ഏറ്റവും നല്ല രീതിയിൽ കുറച്ചുകൂടെ സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ നല്ല അടുപ്പിച്ചാണ് ഫ്രെയിം വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇതാണ് നമുക്ക് ഈ ലാൻഡിങ്ങിൽ നിന്ന് മുകളിലേക്ക് കയറാനായിട്ടുള്ള സ്റ്റെപ്പുകൾ വരുന്നത്. ഒരു 4 സ്റ്റെപ്പ് കയറിയാൽ തന്നെ നമുക്ക് അടുത്തൊരു ലെവലിൽ നമ്മൾ എത്തും. ഇവിടുന്നാണ് പിന്നെ നമ്മൾ റൂഫ് ടോപ്പിലേക്ക് കയറുന്നത്. അപ്പൊ ഇതില് ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ കുറച്ച് ഇന്റീരിയറിന്റെ പാർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് ഫോൾ സീലിംഗ് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയ ആണ് മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഏരിയ ആയിട്ട് ഈ വീട്ടിൽ നിൽക്കുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് മരത്തിന്റെ ഒരു ലാൻഡിങ് ആണ് വരുന്നത്. അപ്പൊ തൽക്കാലത്തേക്ക് ഇപ്പൊ നമ്മൾ പ്ലൈവുഡ് ഇട്ട് വെച്ചേക്കാണ് അവിടെ. ഇനി നമ്മളിപ്പോ അടുത്തൊരു ലെവലിലേക്ക് കയറാൻ പോവാണ്. അപ്പൊ ഈ ലെവലാണ് നമ്മുടെ റൂഫ് ടോപ്പ് ലെവല്. ഇവിടെയാണ് നമ്മുടെ എന്തെങ്കിലും പാർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗ്യാതറിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഏരിയ ചെയ്യുന്നത്. ഇവിടെ ആയിട്ടൊരു ഡോറ് വരും. അപ്പൊ ഈ ഒരു ഏരിയ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് മാറും. ഇനി നമ്മൾ മുകളിലേക്ക് കയറുമ്പോഴാണ് നമ്മുടെ റൂഫ് ടോപ്പിന്റെ ആ ഒരു ഡിസൈൻ മൊത്തമായിട്ട് നമുക്ക് വർക്ക് എങ്ങനെയാണെന്ന് കാണാൻ പറ്റുന്നത്.